അയ്യോ ചിരിക്കല്ലേ, ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. കണ്ടില്ലേ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ നെറ്റിക്ക് മുറിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. രാജ് ടോക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അല്ലയോ രാജ് ടോക്കിന്റെ മുതലാളി, ഒരു പണിയും ഇല്ല അല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ അന്യന്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ? എടോ ഇതാ നോക്ക്, എന്റെ നെറ്റിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? കണ്ടില്ലേ, എന്റെ മുഖത്തിനോ എന്റെ ശരീരത്തിനോ എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ, റിക്വസ്റ്റ്. എനിക്ക് 5-6 ദിവസം കൊണ്ട് ഞാൻ പനിയായിട്ട് കിടപ്പാണ്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. അതിന്റെ തെളിവാണ് ഇതാ, ഇത്രയും ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. ഇതിനൊരു അന്ത്യമില്ലേ? ഞാൻ നല്ല ടയേർഡാണ്. പക്ഷെ ഇത് പറയാൻ ഞാൻ കുറച്ചൊന്നും എനർജി എടുത്തല്ലേ പറ്റുള്ളൂ. തന്നെ ഞാൻ പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. രാജ് ടോക്കിന് വേറെ ഒരു പണിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ പൊങ്കാലിടേണ്ട. നിങ്ങൾ അങ്ങനെ ലൈക്കും കമന്റും വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ അന്നത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ നോക്കണ്ട. സത്യമായിട്ടും അന്ന് കല്യാണം കഴിഞ്ഞപ്പോഴും കുറെ ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ചകഞ്ഞെടുത്ത് നിങ്ങൾ എനിക്കെതിരെ കുറെ മോശപ്പെട്ട രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ പൗരധർമ്മമാണല്ലോ. ആണല്ലോ. അന്ന് ഞാൻ നിങ്ങളെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണോ എന്നെ അടിച്ച പാടുള്ളത്? താൻ കണ്ടോ എനിക്ക് അടിച്ച പാടുള്ളത്? എന്നെ അടിക്കുന്നത് താൻ കണ്ടോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എന്റെ ലൈഫ് എങ്ങനെയാ പോകുന്നത് താൻ കണ്ടോ? നാണോ ഇല്ലേ എനിക്ക്? കുറച്ച് ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. നാണും മാനും ഇല്ലേ തനിക്ക്? കണ്ടവരുടെ ലൈഫ് എടുത്തിട്ട് കളിക്കാൻ വേണ്ടിട്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ഞാൻ എന്റെ വെബ് സീരീസ് ദൂരദർശനിൽ ടെലികാസ്റ്റ് കഴിഞ്ഞു. അതിന്റെ വെബ് സീരീസിന് എനിക്ക് മേക്കപ്പ് ചെയ്തതാണ്. മുരുകൻ ചേട്ടനാണ് എനിക്ക് മേക്കപ്പ് ചെയ്തത്. മുരുകൻ ചേട്ടന് ഒരു ബിഗ് താങ്ക്സ്. കാരണം അത്രയും ഒറിജിനാലിറ്റി അതിന് കൊണ്ടുവന്നതിന്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നിക്കല്ലേ, മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്റെ ഹസ്ബൻഡിനും എന്റെ മക്കൾക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്ക്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, അങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല. ദിവ്യ രാവിലെ കഴിച്ച ദിവ്യ കക്കൂസ് പോയാ നോക്കൂ. കഴിച്ച ദിവ്യ കക്കൂസ് പോയാ നോക്കൂ. കഴിച്ച ദിവ്യ കക്കൂസ് പോയാ നോക്കൂ. ആണുമില്ലാത്ത വർഗങ്ങള് കണ്ടന്റ് ഉണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ, മാസം അന്നത്തിനുള്ള വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന നാണുമില്ലാത്ത. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. എന്റെ ലൈഫിൽ ഒരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ നമ്മളായിട്ട് തീർത്തോളാം. നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് ഇനിയുള്ള നിന്റെ കലാജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും. അങ്ങനെ ഈ റോളും നഷ്ടമായി. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.